ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം 11 മണിക്ക് അല്പസമയത്തിനകം തന്നെ ചേരും. സംസ്ഥാന നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമാണ്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 4-ന് സംസ്ഥാന ഓഫീസിൽ സൂക്ഷ്മ പരിശോധന നടക്കും. എസ് ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ് ബി.ജെ.പി. വിവരങ്ങൾ. അനു, സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് നാളെ ഉത്തരമാകും. ആ ഉത്തരം കണ്ടെത്താനുള്ള നേതൃയോഗം അടക്കമുള്ള നടപടികൾ ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം തന്നെ മുതിർന്ന ബി.ജെ.പി. നേതാക്കന്മാർ, സംസ്ഥാന പ്രസിഡന്റും വൈസ് സെക്രട്ടറിമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സെക്രട്ടറിമാർ അടക്കം പങ്കെടുക്കുന്ന യോഗത്തിൽ നിർണായകമായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിലും ആ നടപടിക്രമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി വരണാധികാരി ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കിയത്. വിജ്ഞാപനം പുറത്തിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നൽകിയിട്ടുള്ളത്. 4 മണിക്കാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. നാളെ രാവിലെ 11 മണിക്കാണ് സംസ്ഥാന നേതൃയോഗം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ചായിരിക്കും ഈ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്നുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തുക. ഒരുപക്ഷെ നീണ്ട പ്രോസസ്സ്, നീണ്ട നടപടിക്രമങ്ങൾ ഇതൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് സംസ്ഥാന അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസത്തിലേക്ക് നടപടിക്രമങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിലെ സാഹചര്യത്തിൽ ആരായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളൊരു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നാളെ ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ നേതൃയോഗത്തിന് പങ്കെടുക്കാനായി തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം 11 മണിയോടുകൂടി നേതൃയോഗം ആരംഭിക്കും. 1 മണിക്കൂറായിരിക്കും യോഗം ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം യോഗം പിരിയും. 2 മണി മുതൽ ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കുകയും ചെയ്യും. 1 മണിക്കൂറാണ് സമയപരിധി നൽകിയിട്ടുള്ളത്. 4 മണിക്ക് സൂക്ഷ്മ പരിശോധനാ നടപടികൾ പൂർത്തീകരിക്കും. എന്തായാലും കാത്തിരിക്കുകയാണ്. ജില്ലാ തെരഞ്ഞെടുപ്പ് അടക്കം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് അടക്കം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിനെ ഇനി ആര് നയിക്കും? പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ മുൻപിൽ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ആണ് വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് ആരംഭിക്കും.